നമസ്കാരം, IWCampusലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ഫയർവാളിൻ്റെ പോളിസി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫയർവാൾ പോളിസി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സോഴ്സ്, ഡെസ്റ്റിനേഷന്, അതുപോലെ ഷെഡ്യൂള്, സർവീസ്, ആക്ഷന്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ടേബിൾ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് അഡീഷണൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഓപ്ഷന്. ഇപ്പോൾ ഇവിടെ ഫയർവാൾ പോളിസി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഡീഫോൾട്ടായിട്ട് വന്നൊരു പോളിസിയാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞൊരു പോളിസി. ഇത് ഇംപ്ലിസിറ്റ് ഡിനൈ എന്ന് പറഞ്ഞൊരു പോളിസിയാണ്. ഇംപ്ലിസിറ്റ് ഡിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിനൈ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ജനറലി ഒരു ഫയർവാൾ പോളിസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു ഫയർവാൾ പോളിസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഇംപ്ലിസിറ്റ് ഡിനൈ നമ്മളിവിടെ വന്നു. അപ്പം ഇവിടെ ഞാൻ അഡീഷണലി ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പം ഞാനൊരു പോളിസി 1, ഇത് ഞാൻ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പോളിസി 1 ഞാനിപ്പം ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോളിസി 2 ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഫേസ്ബുക്കിനെ എനിക്ക് അലോ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിരിക്കും എപ്പോഴും നമ്മുടെ ഇംപ്ലിസിറ്റ് പോളിസി വരുന്നത്. ഈ ഒരു പോളിസി ഇവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പോളിസി സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടു. രണ്ടാമത്തെ ഒരു പോളിസി ഫേസ്ബുക്ക് അലോ ചെയ്യാനായിട്ട്. കാരണം ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് വരുന്ന ഒരു പോർട്ടലാണ്, വെബ്സൈറ്റാണ്. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ മുഴുവൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് അതിൻ്റെ താഴെ അലോ ചെയ്യുമ്പോൾ ഈ ഒരു പോളിസി ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ പോളിസി ഒരു ഫയർവാളിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന മാച്ച്, അതായത് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഈ പറയുന്ന സോഴ്സും ഡെസ്റ്റിനേഷനും ഈ പറഞ്ഞ സോഴ്സ്, അതായത് ജനറലി ഒരു ഫയർവാളിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, അതുപോലെ പ്രോട്ടോക്കോൾ, ഇത്രയും കാര്യങ്ങളാണ് ഒരു നമ്മളുടെ ഒരു ഫയർവാൾ ഒരു ട്രാഫിക്കിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിൽട്ടർ വന്നതിന് ശേഷം പിന്നെ ആണ് അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയർവാളിൻ്റെ പോളിസിക്കകത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർവാൾ എപ്പോഴും ഈ പോളിസികൾ ചെക്ക് ചെയ്യും. ആദ്യം ഏത് പോളിസിയാണ് മാച്ച് ആകുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് നമ്മുടെ PC യിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പം ആ ഒരു ട്രാഫിക്ക് ഫയർവാളിൽ വന്നിട്ട് ഫയർവാളിൽ നിന്ന് ഫേസ്ബുക്കിലോട്ട് പോകണം. അപ്പോൾ ഫയർവാൾ വരുമ്പോൾ അത് ഈ പോളിസി ചെക്ക് ചെയ്യും. അപ്പം പോളിസി ചെക്ക് ചെയ്യുമ്പോൾ പോളിസി 1 അല്ലെങ്കിൽ ആദ്യത്തെ പോളിസി സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യാനിട്ടേക്കുന്നത്. സോ ആ പോളിസി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. എന്നിട്ട് നമ്മുടെ ഫേസ്ബുക്കിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിനെ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു പോളിസി 1-ന് മുകളിലിടണം. അതായത് ഇത് 1 ആവും, ഈ പോളിസി 2 ആവും. അന്നേരം ഇവിടെ ഞാൻ അലോ ചെയ്ത് കൊടുത്താൽ ഫേസ്ബുക്കിൻ്റെ ആണ് ഡെസ്റ്റിനേഷൻ എന്നുണ്ടെങ്കിൽ അത് അലോ ആവും. അതല്ല വേറെ ട്വിറ്ററോ അല്ലെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസി മാച്ച് ആവത്തില്ല. കാരണം ഡെസ്റ്റിനേഷൻ ഫേസ്ബുക്ക് അല്ല. ഇപ്പോൾ ട്വിറ്റർ ഞാൻ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോളിസി ചെക്ക് ചെയ്യും, ഇത് ഫേസ്ബുക്കാണ്, ഓക്കെ ട്വിറ്റർ അല്ല. രണ്ടാമത്തെ പോളിസി ചെക്ക് ചെയ്യും, അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്, ഓക്കെ ഇതിനകത്ത് ട്വിറ്റർ ഉണ്ട്, അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്യും. സോ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് എനിക്ക് ഇതൊന്നുമല്ല, ഫേസ്ബുക്കും ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് മനോരമയുടെ ഓൺലൈൻ വെബ്സൈറ്റാണ് വേണ്ടത്. കുറച്ച് വാർത്ത വായിക്കാനായിട്ട് ഞാൻ പോവാണ്. അപ്പം മനോരമ.com മനോരമ ഓൺലൈൻ.com എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിയുമ്പം ആദ്യത്തെ പോളിസി ചെക്ക് ചെയ്യുമ്പം ഓക്കെ അത് മാച്ച് ആവുന്നില്ല. രണ്ടാമത്തെ പോളിസി ചെക്ക് ചെയ്യും, ഓക്കെ മനോരമ ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ല, അതൊരു ന്യൂസിൻ്റെ കാറ്റഗറി വരുന്ന വെബ്സൈറ്റാണ്, ഓക്കെ ഈ പോളിസി മാച്ച് ആകുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ഇംപ്ലിസിറ്റ് പോളിസി ഉണ്ട്. ഇംപ്ലിസിറ്റ് പോളിസി നോക്കുമ്പോൾ ബ്ലോക്കാണ്, ഓക്കെ അപ്പം ബ്ലോക്ക് ചെയ്യും. അപ്പം ജനറലി എന്തിനാണ് ഈ ഒരു ഇംപ്ലിസിറ്റ് പോളിസി കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിലുള്ള പോളിസികളൊന്നും മാച്ച് ആയില്ലെങ്കിൽ ഈ ഒരു പോളിസി ആക്ഷൻ എടുക്കാനായിട്ടാണ് ഇംപ്ലിസിറ്റ് പോളിസി. സോ അതുകൊണ്ടാണ് ഇത് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് പോളിസി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോളിസി എഴുതിൻ്റെ അലോ ചെയ്യാനായിട്ടാണ്. അപ്പം എനിക്ക് ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ ഒരു പോളിസിയുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല.
കാരണം എന്താ വെച്ചാൽ ഇത് ഇംപ്ലിസിറ്റ് ബ്ലോക്കാണ്. എനിക്ക് എന്ത് അലോ ചെയ്യണം എന്ന് മാത്രം ഞാനിവിടെ കൊടുത്താൽ മതി. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫേസ്ബുക്ക് അലോ ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് മാത്രം അലോ ആവും. അവിടെ ഒരു ബ്ലോക്ക് പോളിസി വീണ്ടും ഞാൻ എഴുതേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്ന് വെച്ചാൽ പോളിസി വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം ഫേസ്ബുക്ക് മാത്രം ഞാൻ അലോ ചെയ്താൽ അതങ്ങ് അലോ ആയി പോകും, ബാക്കിയുള്ള എല്ലാം ബ്ലോക്ക് ആവും. അപ്പോൾ എന്ത് അലോ ചെയ്യണോ അതാണ് ഞാനിവിടെ പോളിസി 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിടും. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇംപ്ലിസിറ്റ് പോളിസി ബ്ലോക്കായി കിടക്കും. ഇനി വേറൊരു കേസ് വരും, ഇംപ്ലിസിറ്റ് പോളിസി അലോ ആണെന്ന് നോക്കുക. അലോ ആണെന്നുണ്ടെങ്കിൽ എല്ലാം അലോ ആവും. അപ്പോൾ നമ്മൾ ഇവിടെ പോളിസി എഴുതേണ്ടത് എന്ത് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ ഒരു ഫയർവാളിൽ മാനേജ് ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അലോ ചെയ്യാനായിട്ടാണോ അതോ എല്ലാം അലോ ചെയ്തിട്ട് വേണ്ടാത്തത് ബ്ലോക്ക് ചെയ്യാനാണോ, ഏതാണ് ഓപ്പറേഷൻ സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് മാനേജ് ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ചുള്ള എളുപ്പം ഏതാണോ ആ ഒരു ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് പോളിസി എഴുതിയാൽ മതി. അപ്പോൾ ഏറ്റവും കുറച്ച് പോളിസിയിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഫയർവാൾ ഇതിൻ്റെ അകത്ത് റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഒരു ഓപ്ഷനാണുള്ളത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ഡീഫോൾട്ട് പോളിസി ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഇവിടെ എനിക്ക് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല, ഇത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് പോളിസിയാണ്. ഇവിടെ ഇതിനെ ലോഗ് ചെയ്യാൻ ഒരു ഓപ്ഷൻ എനിക്ക് ഡയറക്റ്റ്ലി ഉണ്ട്. ഇത് ഈ ഒരു IPv4 വയലേഷൻ, അതായത് ഈ ഒരു പോളിസി എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പോളിസി എപ്പോഴെങ്കിലും ഡിനേ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പോളിസിയിൽ ഒരു ആക്ഷൻ വന്നാൽ എനിക്ക് ലോഗ് കിട്ടും. സോ അതാണ് ഈ ഒരു ഓപ്ഷൻ. ലോഗിങ് എനേബിൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ലോഗും ട്രാഫിക് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിനും ലോഗ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ഫയർവാളിൻ്റെ ഡിസ്ക് ഫുള്ളാവും. നമ്മളിനി വേറെ ഏതെങ്കിലും ഒരു സിസ്ലോഗ് പോലത്തെ ഒരു ലോഗ് കളക്ഷൻ സെർവറിലോട്ടാണ് ലോഗ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പം എപ്പോഴും നമ്മൾ ലോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വേണ്ട ലോഗ്സ്, അല്ലെങ്കിൽ ഏത് പോളിസി വയലേഷൻ ആണോ വേണ്ടത്, അല്ലെങ്കിൽ എന്ത് ലോഗ്സ് ആണോ വേണ്ടത് ആ ലോഗ്സ് വേണം എപ്പോഴും എനേബിൾ ചെയ്യാനായിട്ട്. എപ്പോഴും ഫുൾ ലോഗ്സ് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിപ്പെൻസ് ആണ്. ഇപ്പം ബാങ്ക് പോലത്തെയൊക്കെയുള്ള ഓർഗനൈസേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെല്ലാ ലോഗും ചെയ്യും. അവരതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രിപ്പയർഡാണ്. അതേസമയം ചെറിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലോഗും എനേബിൾ ചെയ്യാറില്ല. നമുക്ക് വേണ്ടതിന് മാത്രം ലോഗിങ് എനേബിൾ ചെയ്യും. ജസ്റ്റ് ആ പോളിസി വയലേഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആ പോളിസി ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ പോളിസി ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമുക്ക് ചെയ്യും. പിന്നെ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് ലോഗ് എനേബിൾ ചെയ്യുന്നതല്ലാണ്. വൺസ് ആ ട്രബിൾ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഡിസേബിൾ ചെയ്യാറുണ്ട്. സോ ഇതാണ് ഒരു പോളിസിയുടെ അല്ലെങ്കിൽ ഒരു ഫയർവാൾ പോളിസിയുടെ ഒരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ.